ഗ്യാസ് സിലിണ്ടറിനെ എങ്ങനെയാണ് കെടുത്തേണ്ടത് അല്ലെ? ഇങ്ങനെ കത്തി വെച്ച് പോയാല് അല്ലെ, കത്തിക്കൊണ്ടിരുന്ന് പോയാല് നമ്മളുടെ വീടും അതുപോലെ തന്നെ ജംഗമ വസ്തുക്കളൊക്കെ കത്തിച്ചാമ്പലാവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഈ സിലിണ്ടർ ഒന്ന് കെടുത്തണം. കെടുത്തിയതിനു ശേഷം രണ്ടുപേര് കൂടി പിടിച്ച് സിലിണ്ടറിനെ വീടിന് വെളിയിലേക്ക് പുറത്തു കൊണ്ടേ വെക്കണം അല്ലെ. അതിനുവേണ്ടി 5 രീതിയിൽ നമുക്ക് കെടുത്താട്ടോ. സിലിണ്ടർ കെടുത്തേണ്ട രീതിയാണ് പറയുന്നത്, പേടിച്ചോടരുത്. 5 രീതിയിൽ കെടുത്താം. ഒന്നാമത്തേത്, സിലിണ്ടർ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ട്യൂബൊക്കെ കത്തിക്കരിഞ്ഞു പോയി അല്ലെ, ഇങ്ങനെ ഫ്ലെയിം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ടാവും. അപ്പൊ പിറകിലൂടെ വരിക, ഫ്ലെയിമിനെ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ വരരുത്, ഫേസ് ചെയ്ത് വരരുത്, പിറകിലൂടെ വരിക. പിറകിലൂടെ വന്ന് ആദ്യം ചെയ്യേണ്ടത് സിമ്പിളായ മാർഗം, റെഗുലേറ്ററിന് കുഴപ്പമില്ലെങ്കിൽ റെഗുലേറ്റർ അങ്ങ് ഓഫ് ചെയ്യും. ഒന്നാമത്തെ റെഗുലേറ്റർ ഓഫ് ചെയ്തു, ഫ്ലെയിം കെട്ടു. 2 പേര് ഈ റൗണ്ടിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യാം, വീടിന് വെളിയിൽ കൊണ്ടുപോയിട്ട് വെക്കാം. അപ്പൊ ഒന്നാമത്തെ റെഗുലേറ്റർ ഓഫ് ചെയ്യാം. ഇനി റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല, റെഗുലേറ്റർ ജാം ആയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ രീതി ഒന്നുകൂടി കത്തിച്ചോളൂ. രണ്ടാമത്തെ രീതി, റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സിമ്പിളായ രീതിയാണ്. ഇത് ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്യുക, നാളെ വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യരുത്. സിമ്പിളായ രീതിയാണ്. പിറകിലൂടെ ചെല്ലുക, ഒരു വിരലങ്ങ് വെക്കുക, ഒരു വിരൽ വെച്ച് നമുക്ക് ആ ഫ്ലെയിം കെടുത്താം. ഇതാണ് രണ്ടാമത്തെ രീതി. മൂന്നാമത്തേത്, ഇവിടെ വിരലൊന്നും വെക്കാൻ പറ്റുന്നില്ല, റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല, ചുറ്റും ഫയർ ആണെങ്കിൽ ഒരു നനഞ്ഞ ചാക്കോ തുണിയോ എടുത്തിട്ട് അടിച്ച് കെടുത്താം. 3. അതിനും പറ്റുന്നില്ലെങ്കിൽ നാലാമത്തേത്, നിങ്ങളുടെ വീട്ടിൽ കാലി പെയിന്റ് കൊണ്ടുവന്ന ബക്കറ്റ് കാലിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കമഴ്ത്തി വെക്കാം, അടച്ചു വെക്കാം. കുറച്ച് കഴിഞ്ഞ് 2 സെക്കൻഡ് കഴിഞ്ഞ് ആ ബക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ തീ കെട്ടിട്ടുണ്ടാവാം. 2 പേര് കൂടി പിടിച്ച് സിലിണ്ടറിനെ വീടിന് വെളിയിലേക്ക് വെക്കാം. 4. അഞ്ചാമത്തേത്, ഇതുപോലെ സുഷിരമില്ലാത്ത, ഓട്ടയില്ലാത്ത, ദ്വാരമില്ലാത്ത ഒരു തുണി എടുക്കുക, പുതപ്പെടുക്കുക, അത് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് നനയ്ക്കുക. അതിനുശേഷം മുകൾ ഭാഗം ഒന്ന് ചുറ്റുക, 2 സൈഡിലേക്ക് മോനെ ചുറ്റുക, അത് ഈ കാണുന്ന രീതിയിൽ പെട്ടെന്ന് ചുറ്റുക. 2 സെക്കൻഡ് കഴിഞ്ഞ ശേഷം തുണി എടുത്ത് മാറ്റുക, ഫ്ലെയിം കെട്ടിട്ടുണ്ടാവാം. 2 പേര് കൂടി പിടിച്ച് ഈ സിലിണ്ടറിനെ വീടിന് വെളിയിലേക്ക് കൊണ്ടുപോയി സുരക്ഷിതമായി വെക്കാം. കത്തിച്ചോട്ടാം. കത്തിച്ചോക്കണമെങ്കിൽ നനക്കാതെ പറ്റില്ല, നനവ് വേണം കേട്ടോ. ഇപ്പൊ നമ്മൾ നനവില്ല, നനക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ്. കാര്യം നനച്ചു കഴിഞ്ഞാൽ അതൊക്കെ കംപ്ലീറ്റ് ഇതായിട്ട് മാറും. അതുകൊണ്ടാണ് വേണേ വിരൽ എടുത്തിക്കണം, വിരൽ വെച്ച് കിടത്തണം. ഇപ്പോഴേ വീട്ടിൽ വെച്ചോ, ഒരു വിരൽ വെച്ചിട്ട് പെട്ടെന്ന് കിടത്തണം. നോക്കിക്കോളൂ, ഒറ്റ വെക്കല്. അതന്നെ, സിമ്പിളാണ് കേട്ടോ, സിമ്പിളായിട്ടുള്ള കാര്യം. ആ ഒരു ഇതേം കൂടി വെച്ചോട്ടെ അല്ലേ, ഇതേം കൂടി വെച്ചോട്ടെ. അതന്നെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ്. ഈ രീതിയിൽ നമുക്ക് ഫ്ലെയിമിനെ കെടുത്താം. അപ്പൊ 5 രീതിയിൽ നമ്മൾ ഫ്ലെയിം കെടുത്തിയാലോ അല്ലേ? ഇനി ഒരു കാര്യം കൂടി, ഈ ഇൻഫർമേഷൻ കൂടി, വളരെ അപൂർവമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. നിങ്ങൾ ആരെങ്കിലും സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കാറുണ്ടോ? എക്സ്പയറി ഡേറ്റ് ഉണ്ടോ സിലിണ്ടറിന്? ഉണ്ടല്ലേ. എക്സ്പയറി ഡേറ്റ് എവിടെയാണ് നോക്കേണ്ടത്? ഈ റൗണ്ടിന് താങ്ങിക്കൊണ്ടുള്ള 3 പ്ലേറ്റ് ഉണ്ട്, 1 2 3. ആ 3 പ്ലേറ്റിൽ ഒരു പ്ലേറ്റിൽ എ എന്നോ ബി എന്നോ സി എന്നോ ഡി എന്നോ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് അക്ഷരം ഉണ്ടാവാം. എ ബി സി ഡി, ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് അക്ഷരം. ആ ഇംഗ്ലീഷ് അക്ഷരത്തിന് ശേഷം 2 അക്കങ്ങൾ ഉണ്ടാവാം. അത് 25 ആവാം, 19 ആവാം, 18 ആവാം, 26 ആവാം, 30 ആവാം, 34 ആവാം. ആ 2 അക്കങ്ങൾ ഇയറിനെ കാണിക്കുന്നു, വർഷത്തെ കാണിക്കുന്നു. 34 മീൻസ് എന്താണ്? 2034. 2000 ഉണ്ടാവില്ല, 34 അല്ലെങ്കിൽ 26, 27 ഒക്കെ ഉണ്ടാവുള്ളൂ. 27 ആണ് നിങ്ങളുടെ സിലിണ്ടറിലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് 2027 അല്ലേ. ഇനി ABCD എന്താ നോക്കുക. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസം ഏതൊക്കെയാ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പൊ എ മാർച്ച് 31 വരെ. ബി എന്ന് പറഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ. ബി ആണെങ്കിൽ ജൂൺ 30 വരെ. സി ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 30 വരെ. ഡി ആണെങ്കിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ 31 വരെ. അപ്പൊ ഈ പയ്യന്റെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ A26 ആണെങ്കിൽ അതിന്റെ അർത്ഥം 2026 മാർച്ച് 31 വരെ അല്ലെ. സാറിന്റെ വീട്ടിലിരിക്കുന്നത് B27 ആണെങ്കിൽ 2027 ജൂൺ 30 വരെ. സാറിന്റെ വീട്ടിലിരിക്കുന്നത് C28 ആണെങ്കിൽ 2028 സെപ്റ്റംബർ 30 വരെ. ഈ രീതിയിലാണ് നമ്മൾ എക്സ്പയറി നോക്കേണ്ടത്. ഈ കാര്യം മനസ്സിലാകുന്ന വേണ്ടി ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. നാളെ നിങ്ങളുടെ വീട്ടിലേക്ക് ഇറക്കുന്ന സിലിണ്ടർ A25 ആണെങ്കിൽ നിങ്ങൾ മേടിച്ചു വെക്കുമ്പോൾ വേണ്ടെന്ന് പറയും? ഗ്യാസ് ഉപയോഗിക്കാം, സിലിണ്ടർ ഉപയോഗിക്കാൻ പറ്റില്ല. സിലിണ്ടർ ഉപയോഗിക്കാൻ പറ്റില്ല. കേസിലാണ് എക്സ്പയറി ഡേറ്റ് കേട്ടോ.